നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 3 ദിവസത്തിനിടെ 3.5 ലക്ഷം രോഗികൾ. ബ്രിട്ടനിൽ ആശങ്കയുയർത്തി കോവിഡ് വ്യാപനം കുതിച്ചുയരുകയാണ്. കോവിഡ് കുതിച്ചുയരുമ്പോഴും പുതുവർഷം വരെ കൂടുതൽ നിയന്ത്രണങ്ങളില്ലാതെ മുന്നോട്ടു പോകാനാണ് ബ്രിട്ടന്റെ തീരുമാനം. ന്യൂ ഇയർ വരെ പുതിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ലെന്നും ആഘോഷങ്ങൾ കഴിവതും തുറസായ സ്ഥലങ്ങളിലാക്കാൻ ശ്രമിക്കണമെന്നും ഹെൽത്ത് സെക്രട്ടറി സാജിദ് ജാവേദ് അഭ്യർത്ഥിച്ചു. ക്രിസ്മസിന് ശേഷം കനത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകാമെന്ന ആശങ്കയ്ക്ക് വിരാമമിട്ടാണ് ഹെൽത്ത് സെക്രട്ടറിയുടെ പ്രഖ്യാപനം. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ നിയന്ത്രണങ്ങളും നടപടികളും ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 3.5 ലക്ഷത്തോളം പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ തന്നെ ക്രിസ്മസ് ദിവസം കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന രോഗവ്യാപന നിരക്കും രേഖപ്പെടുത്തി. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള കനത്ത നിയന്ത്രണങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനം. ഭരണകക്ഷിയിലേതുൾപ്പെടെ കനത്ത വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയിൽ നിയന്ത്രണങ്ങൾ വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ഡെൽറ്റയെ അപേക്ഷിച്ച് അപകടകാരിയല്ലെന്ന സൂചനയാണ് ബ്രിട്ടനിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത്. ഒമിക്രോൺ ബാധിച്ചവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത ഡെൽറ്റ ബാധിതയേക്കാൾ 45% വരെ കുറവാണെന്ന് ബ്രിട്ടനിൽ നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ഡെൽറ്റ ബാധിതരേക്കാൾ ഒമിക്രോൺ ബാധിതർ ആശുപത്രിയിൽ ചികിത്സ തേടാനുള്ള സാധ്യത 15 മുതൽ 20% വരെ കുറവാണ്. 40 മുതൽ 45% വരെ കുറവാണ് ഇവരെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാനുള്ള സാധ്യതയെന്നും പഠനത്തിൽ പറയുന്നു. എന്നാൽ തീവ്രതയിലുള്ള ഈ കുറവ് ഒമിക്രോൺ വ്യാപനശേഷി കൊണ്ട് മറികടക്കുമെന്നാണ് ലണ്ടൻ ഇംപീരിയൽ കോളേജിലെ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഡെൽറ്റയെ അപേക്ഷിച്ച് അതിവേഗമാണ് ഒമിക്രോൺ വ്യാപിക്കുന്നത്. വാക്സിനേഷൻ മൂലമുള്ള പ്രതിരോധ ശക്തിയെയും അത് വേഗത്തിൽ മറികടക്കും. അതുകൊണ്ട് തന്നെ ഒമിക്രോൺ ഉയർത്തുന്ന ഭീഷണി തള്ളിക്കളയാനാവില്ല എന്നാണ് പഠനം പറയുന്നത്. കോവിഡിന്റെ ഒമിക്രോൺ വേരിയന്റിന് മുൻപത്തെ വേരിയന്റുകളേക്കാൾ ഗുരുതരമായ സ്വാധീനം കുറവാണെന്ന് ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ പഠനത്തിലും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കൻ ശാസ്ത്രജ്ഞരാണ് ഈ വകഭേദം ആദ്യമായി തിരിച്ചറിഞ്ഞത്. പിന്നാലെ അതിന്റെ സ്വാധീനത്തെക്കുറിച്ച് വിപുലമായ ഗവേഷണത്തിന് രാജ്യം തുറക്കമിടുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ വകഭേദം ഇപ്പോൾ തീവ്രത കുറഞ്ഞ നിലയിലാണെന്ന് വിക്ടോറിയ സർവകലാശാലയിലെ എപ്പിഡമോളജി പ്രൊഫസർ ചെറിൽ കോഹൻ പറഞ്ഞു. ഒമിക്രോൺ രോഗബാധ വളരെ നേരിയ ആശുപത്രി പ്രവേശനത്തിനാണ് കാരണമാകുന്നത്. വാക്സിൻ എടുക്കാത്ത ചിലർക്ക് മാത്രമാണ് ചികിത്സാ സമയത്ത് ഓക്സിജൻ ആവശ്യമായി വന്നത്. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ വീണ്ടും യാത്രാ നിരോധനവും ഏർപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ചില രാജ്യങ്ങൾ അതിർത്തികൾ അടയ്ക്കാനും തുടങ്ങിയിരുന്നു. പുതുതായി കണ്ടെത്തിയ കൊറോണ വൈറസ് വകഭേദം അതിർത്തി നിയന്ത്രണ നടപടികൾ നടപ്പിലാക്കാൻ പല രാജ്യങ്ങളെയും നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. ആകാശപാതകൾ വിദേശയാത്രകൾക്കായി വീണ്ടും തുറന്നു തുടങ്ങിയ സന്ദർഭത്തിലാണ് പല രാജ്യങ്ങൾക്കും ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനം തടയുന്നതിനായി വീണ്ടും വിലക്കുകൾ ഏർപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത്. ചില രാജ്യങ്ങൾ അതിർത്തികൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതേസമയം മറ്റു ചില രാജ്യങ്ങൾ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.